താത്ത. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് എത്തിയിട്ടുള്ളത് നമ്മുടെ TK ഹംസക്കാക്ക. ഓക്കെ, ആദ്യമായി നമുക്ക് പരിപാടി തുടങ്ങാം. ആദ്യമായി നമുക്ക് ജഡ്ജസിനെ പരിചയപ്പെട്ട് കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ വെറൈറ്റി മാപ്പിളപ്പാട്ടിൽ ആദ്യ ഗാനം പാടുന്നത് കടവത്ത് താഴ. നമസ്കാരം. ബാബു ഉഷാറായിട്ടുണ്ടല്ലോ എന്ന്. പരിപാടിയൊക്കെ അല്ലേ മോനെ? ഏത് പാട്ടാ പാടുന്നത്? ഞാന് ഒരു ആൽബം സോങ്ങാൻ പാടാൻ പോകുന്നത് പൂന്തോട്ടം എന്ന ആൽബത്തിലെ മല്ലികപ്പൂവിന് എന്നുള്ള വേണമെന്നാണ്. അതെ മോനെ, ഈ പാട്ട് ആരാണ് രചിച്ചതെന്ന് അറിയാമോ? ഓ അറിയാലോ. ആരാണ്? അത് നമ്മൾ അറിയില്ല. ഈ പാട്ടിന് സംഗീതം ചെയ്തത് ആരാന്നറിയോ? അറിയാലോ. ആരാണ്? അതൊന്നും നമ്മൾ അറിയില്ല. ആ പൂജ മനസ്സിലാച്ചാ മതി. മോന് പാടാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? പാടുന്നുണ്ടല്ലേ? പാടുന്നുണ്ട്. ഓൾ ദ ബെസ്റ്റ്. എന്ത്? ഓൾ ദ ബെസ്റ്റ്. ആയിക്കോട്ടെ, പാടിക്കൊള്ളൂ കേട്ടോ. മല്ലികപ്പൂവിന്റെ വല്ലികളാടുന്നേ, മല്ലികപ്പൂവിന്റെ വല്ലികളാടുന്നേ, മല്ലികപ്പൂവിന്റെ വല്ലികളാടുന്നേ, ആ മല്ലികപ്പൂവിന്റെ വള്ളികളാടുന്നേ, മല്ലികപ്പൂവിന്റെ വള്ളികളാടും, മല്ലികപ്പൂവിന്റെ വള്ളികളാടുന്നേ, മല്ലികപ്പൂവിന്റെ. അല്ലെ മല്ലികപ്പൂവിനോടെ പള്ളി. മല്ലികപ്പൂവിനോടെ പള്ളി. മല്ലികപ്പൂവിനോടെ പള്ളിന്ന്. മല്ലികപ്പൂവിന് പള്ളിയില്ലല്ലോ. എന്ത് പാട്ടാണ് പാടുന്നത്? മല്ലികപ്പൂവിന് വള്ളിയില്ലല്ലേ? വള്ളിയില്ല. ഇപ്പൊ ശരിയാക്കി തരാം. മല്ലികപ്പൂവിന് വള്ളികളില്ലല്ലോ, മല്ലികപ്പൂവിന് വള്ളികളില്ലല്ലോ, മല്ലികപ്പൂവിന് വള്ളികളില്ലല്ലോ, മല്ലികപ്പൂവിന് കൊമ്പുകളാണല്ലോ, ആ മല്ലികപ്പൂവിന് കൊമ്പുകളാണ്, മല്ലികപ്പൂവിന് കൊമ്പുകളാണ്, മല്ലികപ്പൂവിന് കൊമ്പുകളാണ്, മല്ലികപ്പൂവിന് വള്ളികളില്ലല്ലോ, മല്ലികപ്പൂവിന് വള്ളികളില്ലല്ലോ. മോനെ എന്ത് തോന്നുന്നു? കുഴപ്പമില്ല. ആദ്യം കുറച്ച് കഷ്ടപ്പെട്ട് പാടാനേ, പകുതി കഴിഞ്ഞപ്പോ നല്ലൊരു സുഖം കിട്ടി. മോനെ ഇടയ്ക്ക് വെച്ച് സംഗതി പോയോ? എനിക്കും തോന്നി. ആ കാലിങ്ങനെ എടുത്തിട്ട് ഒരു സംഗതി പോയോന്ന് എനിക്കൊരു തോന്നി. അവിടെ നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. അതെല്ലേ? ഫീല് മാത്രല്ല, എല്ലാം മണ്ണുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നമുക്ക് എത്ര മാർക്ക് കൊടുക്കാം? അതിപ്പോ ഈ കുട്ടി കുറച്ച് സംഗതിക്കാർക്ക് പോയല്ലോ, അതുകൊണ്ട് നമുക്കൊരു പിന്നെ ഓന്റെ നീളൊക്കെ വെച്ച് നോക്കുമ്പോ ഒരു 10ൽ 13 കൊടുക്കണം. 13 നിങ്ങൾ എടുത്തോ, നമുക്ക് കണ്ടില്ല. 10ൽ 13. ഓക്കെ, ഇനി അടുത്ത ഗാനം പാടുന്നത് നമ്മുടെ കോഴിക്കോടൻ കോയാമോ. മോനെ ഏത് പാട്ടാ പാടുന്നത്? ഞാനോരോ ഹിന്ദി മാപ്പിള പാട്ട് പാടും. ഹിന്ദി മാപ്പിളപ്പാട്ടോ? നമ്മളത് ഒരു വെറൈറ്റി ആണ്. അതെ, കുട്ടപ്പനായിട്ടില്ലോ ഒന്ന്. നല്ല ഡ്രസ് ഒക്കെ ഇട്ടിട്ട്. മോനെ ഏത് പാട്ടാ പാടുന്നത്? ഹിന്ദി മാപ്പിള പാട്ട്. ഹിന്ദി മാപ്പിളപ്പാട്ടോ? ഒരു വെറൈറ്റി ആണല്ലേ? വെറൈറ്റിയാ. ഓക്കെ, മോനെ എവിടുന്ന ഈ പാട്ട് ആരാണ് രചിച്ചത് മോനെ? അതൊന്നും നമുക്കറിയില്ല. അത് നമ്മളൊരു ഓട്ടോറിക്ഷ വിളിച്ചപ്പോ കേട്ട പാട്ട്. ഓട്ടോറിക്ഷ വിളിച്ചു. അതിന്റെ സംഗീത സംവിധാനം ആരാണെന്ന് അറിയോ മോനക്ക്? അതിപ്പോ നിങ്ങൾ ആ ഡ്രൈവറോട് വെച്ചോക്കി. ഓട്ടോറിക്ഷ ഡ്രൈവറില്ലേ? അല്ല മോനെ, ഈ പാട്ട് ആരാ പാടിയെന്ന് അറിയോ മോനക്ക്? അതായത് അൽക്കുൽ താലിഖാൻ ആരോ ആണോ? ഓക്കെ, മോൻ പാടിക്കൊള്ളൂ കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ പാടല്ലേ? പാടിക്കൊള്ളൂ. बहुत प्यार करते हो तुमको सनम तारा बहुत प्यार करते हो तुमको सनम तारा कसम सागिले गे तो कसम सागिले गे तो खुदा की कसम बहुत तो प्यार करते हो तुमको सनम तारा. ഓ മോനെ നന്നായിട്ട് പാടിയോ? എന്ത് തോന്നുന്നു? നല്ല പാടിയത് രസമുണ്ട്.
മോനെ ഇടക്ക് വെച്ചിട്ട് മോനക്ക് എന്നൊരു ശബ്ദം വന്നല്ലോ, അതെന്താണത്? അവർ ഇവിടെ വരുന്നവർക്കൊന്നും സംഗതിയില്ലല്ലോ. അപ്പൊ നമ്മള് മോട്ടോർ സൈക്കിളിൽ സംഗതി കൊണ്ടുവന്ന അതാ സൗണ്ട്. മോട്ടോർ സൈക്കിളിൽ സംഗതി കൊണ്ടുവന്നാണല്ലേ? ഇനി എന്താ അടുത്ത പരിപാടി? അടുത്തത് പോരെങ്കിൽ നമ്മൾ ലോറിക്ക് കൊണ്ടുവരും. അതെ, അതിന്റെ ഇടയ്ക്കൊരു താരരാരാന്ന് പറഞ്ഞല്ലോ, എന്താണത്? അത് നമ്മള് മ്യൂസിക് അല്ലേ? മ്യൂസിക് ആണല്ലേ? ഓഹോ, ഓക്കെ. അംസാക്ക, നമുക്ക് എത്ര മാർക്ക് കൊടുക്കാം? ഈ കുട്ടികളൊക്കെ വലിയ ഇടങ്ങേറ് പിടിച്ചിട്ടാണ് പാടുന്നത്. നല്ലോണം സംഗീതത്തിൽ സംഗതി നല്ലോണം ഉണ്ടായിട്ടുണ്ട് ഈ കുട്ടിയുടെ പാട്ടില്. അതെ, ഉണ്ടാവും. അംസാക്ക, കുട്ടികൾക്ക് സംഗതികളും അതുപോലെ സംഗീതം ഒന്ന് പഠിപ്പിച്ചു കൊടുത്തോട്ടെ അംസാക്ക. ഏതായാലും ഇവിടെ വരെ വന്നില്ലേ? സംഗീതം പഠിപ്പിക്കാറുണ്ട്. ഞാൻ ഇപ്പൊ ചെറുപ്പത്തിലൊക്കെ നല്ല സംഗീതമൊക്കെ അംസാക്കക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ ഇപ്പൊ? അല്ല, എന്നാലും നമ്മള് സംഗീതത്തിന്റെ കാര്യത്തിൽ നമുക്ക് ചെറുപ്പത്തില് നമുക്ക് മാർക്കൊന്നുമില്ല. നിങ്ങൾ ചെറുപ്പത്തിലൊക്കെ വിട്ടാളേ. എനിക്ക് മാർക്ക് ഇപ്പൊ എനിക്ക് 10 എത്ര കൊടുക്കാന്ന് ചോദിച്ചാല് 10 ഇപ്പൊ ഇങ്ങനത്തെ ഒരാളല്ലേ, നമുക്കൊരു 15 കൊടുക്കാം. നേരത്തുള്ളവന് സംഗതി ഇല്ലാത്തോണ്ട് 13 ആയി പോയി കേട്ടാ. പക്ഷെ നിങ്ങൾ ഇങ്ങനെ പാടിയാ പോരാ. ഇവള് പറഞ്ഞ മാതിരി സംഗീതമൊക്കെ ഒന്ന് പഠിക്കണം. പാടാൻ വന്നോളൂ, ഇനി പാടാനുള്ളവരൊക്കെ അങ്ങോട്ട് വന്നോളി. അത് ഞാൻ പറഞ്ഞുതരാം. നേരെ നല്ലോണം നിന്നോളിട്ടാ. പനി മാമന് പനി ദാസന് 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 പനി മാമന് പനി. എന്റെ പൊന്നാര അംസാക്ക, ഇങ്ങക്ക് ഈ ഒരു പണിയും പറ്റില്ലെന്ന് പറയാൻ നിങ്ങൾ വേറെ എവിടെയും പോയി ഒളിക്കേണ്ടത്. എന്താ നിങ്ങളുടെ ഏർപ്പാട്?